എല്ലാ ശരീഅത്ത് എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസവും അതിന് പ്രോത്സാഹനം നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായിക്കൊണ്ട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ നമുക്കറിയാം. അവിടെ എല്ലാ ശരീഅത്ത് എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസങ്ങളും ഉണ്ടാവും. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതിനാണ് എല്ലാ നിലക്കുള്ളതായ അറിവുകളും വിദ്യാഭ്യാസവും. പക്ഷെ അതിൽ നിന്ന് ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം നമുക്കുണ്ട്. അത് ശരീഅത്തിന്റെ വിശുദ്ധമാകുന്നതായ നിയമങ്ങൾക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം വിദ്യാഭ്യാസം. അല്ല ഞാൻ പല അപകടങ്ങളുണ്ടാവുമെന്ന് നമ്മൾ കാണപ്പെടുന്ന പല അപകടങ്ങളുടെ കാരണം അതാണ്. അപ്പൊ ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം, വാപ്പാന്മാരെ ബഹുമാനിക്കണം, പഠിപ്പിച്ചു തരുന്ന അധ്യാപകരെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, സ്നേഹത്തോടു കൂടി പ്രായമില്ലാത്ത കുട്ടികളോടും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോടൊക്കെ നമ്മൾ നിൽക്കണം. ഇത് ശരീഅത്തിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. ഇത് ഈ സ്വഭാവത്തിൽ ഇവിടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം പലരും പറയാറുണ്ട്, സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർക്കുന്ന ആളുകളാണ് സമസ്ത കേരള ജമിയ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർത്തില്ല, പ്രോത്സാഹനം നടത്തിയിട്ടുള്ളൂ. പക്ഷെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു കർശനമായ ഒരു നിയമമുണ്ട്. സ്ത്രീകൾ അവര് പളുങ്ക് പാത്രം പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതായ വ്യക്തിത്വങ്ങളാണ് സ്ത്രീകളുടെ. ഒരു നിലക്കും ഒരു പൊട്ടലോ അല്ലെങ്കിൽ ഒരു ഉള്ളലോ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അവരുടെ ആ സുരക്ഷിതത്വം, അവർക്കുള്ളതായ ആ മാന്യത, ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ടാവണം നമ്മൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത്രയേ ഉള്ളൂ. സ്ത്രീന്റെ സുരക്ഷിതത്വം വേണ്ടേ? ആരെ പറഞ്ഞ സ്ത്രീക്ക് സുരക്ഷിതം വേണ്ടെന്നാരെയും പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീയുടെ മാന്യത സംരക്ഷിക്കപ്പെടണ്ടേ? അതുപോലെ സ്ത്രീകളോട് ബന്ധപ്പെട്ടതായ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടാത്തത് പുരുഷന്മാരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അരിജാലു ഖവാമൂന അലൻ നിസാ എന്ന സ്ത്രീകളെ സർവ്വകാര്യങ്ങളും അത് പൂർണ്ണമായി ശ്രദ്ധിച്ച് അത് ചെയ്തു കൊടുക്കേണ്ട ആളുകളാണ് സ്ത്രീകൾ, ആ പുരുഷന്മാരെന്നാണ്. അവരെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമാവുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവരെ ആരോഗ്യത്തിന് ആവശ്യമാവുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കണം. സാമൂഹികമായി അവർക്ക് ആവശ്യമുള്ള സംഗതികൾ ചെയ്തു കൊടുക്കണം. അവരെ ഒരു നിലക്കും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വമാണ് വിശുദ്ധ ശരീഅത്തിനുള്ളത്. അപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചതായ ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തത് തന്നെയാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വരവോടുകൂടി അതിനൊന്നുകൂടി ആണിട്ട് പറഞ്ഞു, അരിജാലു ഖവാമൂന അലൻ നിസാ. പുരുഷന്മാരെ എപ്പോഴും സ്ത്രീകളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവരെ സുരക്ഷിതത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അവരെ മാന്യതയ്ക്ക് എന്തെങ്കിലും നിലക്കുള്ള പോറൽ ഏൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അവരെ ആരോഗ്യത്തിന് എന്തെങ്കിലും നിലക്കുള്ള പോറലുകൾ ഇന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അവരെ സാമൂഹികമാവുന്ന ജീവിതത്തിൽ എന്തെങ്കിലും നിൽക്ക് അവരെ മാന്യതയ്ക്ക് തകരാറുണ്ടാവുന്ന എന്തെങ്കിലും സംഗതികളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. ആ നിലക്ക് പുരുഷന്മാർ സ്ത്രീകൾക്ക് ആവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ളതായ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. സഹാബിയാത്താവുന്ന ബീവിമാരിൽ പല പണ്ഡിതകളില്ലായിരുന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര അധികം ഭാര്യമാരും, എന്തിനാ ഭാര്യമാർ റസൂൽ എന്തെങ്കിലും നിൽക്കുള്ള ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയാണോ ഈ ഭാര്യമാരൊക്കെ വിവാഹം ചെയ്തത്? ഈ ഭാര്യമാരുടെ വയസ്സും റസൂലുള്ളാഹിന്റെ വയസ്സും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം നമുക്ക്. പക്ഷേ നബിയോട് ബന്ധപ്പെട്ട സ്ത്രീകളോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് ശരീഅത്തിലേക്ക് പ്രത്യേകമാവുന്ന നിയമങ്ങളുണ്ട്. അത് പഠിക്കാൻ ഒരു സ്ത്രീനെ കൊണ്ട് മാത്രം സാധിക്കൂല, അല്ലെങ്കിൽ 2 സ്ത്രീനെ കൊണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ 3 സ്ത്രീകളെ കൊണ്ട് ചെയ്യില്ല. എന്നാൽ അത്രമാത്രം വിശാലമായ ഒരു മേഖലയാണ് സ്ത്രീകളോട് ബന്ധപ്പെട്ട പല നിയമങ്ങളും. പുരുഷന്മാർക്ക് ചിലതിൻ്റെ മേലിൽ അതിൻ്റെ മേലിൽ ഇത്ര ചെയ്യാൻ കഴിയാത്തതായി. അതുകൊണ്ട് അതൊക്കെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിക്കണം. അപ്പൊ സഹാബിയാത്താവുന്ന ബീവിമാരെ കൂടത്തിൽ വലിയ പണ്ഡിതകളുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വലിയ പണ്ഡിതല്ലേ? ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വലിയ പണ്ഡിതല്ലേ? മഹാന്മാരാവുന്ന സഹാബത്ത് അവരോട് വന്ന് സംശയം ചോദിച്ചില്ലേ പല സംഗതികളെ പറ്റി? അപ്പൊ പണ്ഡിതകൾ ഉണ്ടാവുന്നതിനെ എതിർക്കുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യമല്ല. അപ്പൊ ഈ നിലക്ക് വിദ്യാഭ്യാസമാണെങ്കിലും അത് ശരീഅത്ത് അംഗീകരിക്കുന്ന ഏത് വിദ്യാഭ്യാസമാണെങ്കിലും അതാണ് ഇപ്പം നമ്മുടെ രീതികളിലൊക്കെ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് നമ്മൾ പച്ചക്കൂടി കാട്ടിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, പഴയ കാലത്ത് അങ്ങനത്തെ ഒരു ആവശ്യം ജനങ്ങൾക്കില്ലായിരുന്നു. അത് ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്നവർ അങ്ങനെ പോകും, ശരീഅത്ത് പഠിക്കുന്നവർ അങ്ങനെ പോകും, അങ്ങനെയാണ്. ഇന്നങ്ങനെയല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മളതിനെ പറ്റി വളരെ വിശാലമായി അത് ആലോചിച്ചു.
ആ സംവിധാനത്തിൽപ്പെട്ട തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അൽ ബിർറു പോലത്തെ സംവിധാനങ്ങൾ, SNECന്റെ സംവിധാനങ്ങൾ, അതുപോലെ ഫദീല എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയതായ സ്ത്രീകൾക്കുള്ളതായ 2 ബിരുദങ്ങളാണ്. ഇതിനൊക്കെ നൂറുകണക്കിന് കോളേജുകളാണുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസത്തിനെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉയർച്ചയോ ഒന്നും എതിർക്കുന്നതായ ഒരു സംഘടനയല്ല, ഒരിക്കലും എതിർത്തിട്ടില്ല, ആർക്കും അത് തെളിയിക്കാനും സാധ്യമല്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം, പ്രത്യേകമാവുന്ന അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാവണം. ഇതൊക്കെ പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ, ഇതേ സമസ്ത പറഞ്ഞോളൂ. അപ്പൊ ഏതായാലും മനുഷ്യരെ സംബന്ധിച്ചോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളതായ ഭൗതികവും പാരത്രികവുമാവും എല്ലാ നിലക്കുള്ള വിജയത്തിലേക്കും നമ്മളെ എത്തിക്കാൻ ആവശ്യമാവുന്ന ശരീഅത്തിന്റെ റൂട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പൊ ആ റൂട്ടിൽ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കണം, അത് യാതൊരു സംശയമില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ തങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ കമ്മീഷണർ ഇങ്ങനെ പറഞ്ഞൊക്കെ, അത് എന്നതുപോലെ എനിക്കും ചില സംഗതികൾ പറയാനുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തുണ്ട്, പിന്നെ ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പൊ മൂപ്പരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂർ പോയപ്പോൾ നമ്മുടെ സമ്മേളനത്തിന്റെ ചുറ്റും താമസിക്കുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, ജഡ്ജികൾ, അതുപോലുള്ള വലിയ വലിയ പ്രൊഫസർമാരൊക്കെയാണ് അതിന് ചുറ്റും താമസിക്കുന്നത്. അപ്പൊ ഇയാളോട് ചോദിച്ചു തരാം, എന്തോ അവിടെ സംസ്ഥാനം സംഗതി ഉണ്ടല്ലോ, എന്താ അത്? അവരിവിടെ ഭയങ്കര ആളുകളൊക്കെ കൂടി, ഞങ്ങളൊക്കെ വിചാരിച്ചു രാത്രി നേരം വെളുപ്പോഴും ഉറങ്ങാൻ പറ്റൂല, പക്ഷെ ആ കറക്റ്റിന് അവർ നിർത്തി, അത്ര ആളുകളുണ്ടായിട്ട് പോലും നമ്മളാരും ഒരു ശല്യം ചെയ്തില്ല. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്ഥാപിക്കപ്പെട്ടോളം മുതൽ ഇന്നേ വരെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം അതാണ്. കേരളത്തിൽ പല സ്ഥലത്തും ചിലപ്പോൾ നിരോധാജ്ഞകളൊക്കെ ഉള്ള സമയത്തായിരിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എന്തെങ്കിലും പരിപാടികൾ അത് അത്ര വിപുലൊന്നും ആക്കാൻ നടത്തണമെങ്കിൽ അത്ര വിപുലമാക്കാൻ നടത്തിക്കൊള്ളുന്ന നിയമപാലകർ അതിന്റെ സംഘാടകരോട് പറയും. അപ്പോൾ ഇവിടുത്തെ നിയമപാലകരുടെ മുന്നിൽ, ഇവിടുത്തെ ഗവൺമെന്റിന്റെ മുന്നിൽ, ഇവിടുത്തെ കോടതിയുടെ മുന്നിലൊക്കെ ഒരു വളരെ വിശുദ്ധമായ സംഘടനയാണ് ഈ സംഘടന എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ വിലയിരുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ 100ഓളം വർഷത്തെ അതിന്റെ പിന്നെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ഇവിടെ ഏതെങ്കിലും നിലക്കുള്ള മതവിദ്യാഭ്യാസം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മത സൗഹാർദ്ദത്തിനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിവിടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെ, തങ്ങളുടെ കൂടെ ഒരു അമുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ അയാള് പറയലുണ്ട്, അയാളെ മകന്, അയാൾ മരിച്ചുപോയി, അയാളെ മകൻ പറയലുണ്ട്, തങ്ങൾ ഒരു ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞു, എടോ നമുക്ക് നാളെ വിരുന്നേര് വരാണ്ട് കുറച്ച് മത്സ്യം പിടിക്കണം. അപ്പൊ രാവിലെ വലെടുത്ത് തങ്ങളെ കൂടെ വന്നു എന്നാണ്. ഒരു ചെറിയ കുറഞ്ഞൊരു കാലിന്റെ നെരിയണി വരെ വെള്ളമുള്ള ചെറിയ ഒരു തോട്, പിന്നെ ഒരു സ്ഥലം അവിടെ ആ കടപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇവനോട് വീയാൻ പറഞ്ഞു തങ്ങള്. അപ്പൊ ഇവൻ പറഞ്ഞു, ഇതിൽ മത്സ്യമൊന്നും ഇല്ല, നമുക്കിപ്പോ നോക്കിയാൽ കാണുന്നുണ്ടല്ലോ, ഇതിലൊന്നുമില്ല, ഇതിൽ എന്തിനപ്പം നമ്മള് വല വീശണമെന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, എന്നോട് വീശാനല്ലേ ഞാൻ പറഞ്ഞത്, മത്സ്യം ഉണ്ടോ ചെയ്ത് നോക്കണ്ട. അങ്ങനെ വീശി മത്സ്യം കിട്ടി. അപ്പൊ അയാളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ രണ്ടാമത് അച്ഛനോട് പറഞ്ഞു, ഏതായാലും ഇപ്പൊ നമുക്ക് മത്സ്യം കിട്ടിയല്ലോ, ഇനി ഒന്നുകൂടി ഒന്ന് വീ നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ മൂപ്പരോട് പറഞ്ഞു, മകനോട് പറഞ്ഞു, എടാ ഇനി വീതാൽ ചിലപ്പോൾ കിട്ടിക്കോളൊന്നുമില്ല, അത് തങ്ങൾ വീശാൻ പറഞ്ഞു, നമ്മൾ വീതു, അതിൽ മത്സ്യം കിട്ടി, അതുകൊണ്ട് ഞാനത് ഇനി വല വീശൂല എന്ന് പറഞ്ഞു. അപ്പോ അവൻ പറഞ്ഞു, ഒന്നുകൂടി വീശിയ അച്ഛന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് ഈ അച്ഛൻ വല ആ വെള്ളത്തിൽ കിട്ടും, ഒന്നിച്ചൊക്കെ ഒന്നുമില്ല, ഇവനും ഇറങ്ങി നോക്കിയാൽ മത്സ്യമൊന്നുമില്ല. അപ്പൊ അത്രമാത്രം തങ്ങളെ കൂടെ, തങ്ങളെ സന്തത സഹചാരി എന്ന് പറയും പോലെ തങ്ങളെ കൂടെ മുസ്ലിം സുഹൃത്തുക്കളെ ഇന്നുണ്ടായിരുന്നത്. ഇതൊക്കെ മതസൗഹാർദ്ദം ഇവിടെ സൂക്ഷിക്കാത്ത ആളുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അപ്പൊ മതസൗഹാർദ്ദത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ആ പാരമ്പര്യം, അത് പല മതങ്ങളും ഇവിടെ ജീവിച്ചു കൊണ്ടിട്ട് അതിൽ നിന്നുള്ളതായ സൗരഭ്യം ആസ്വദിക്കലാണ്. ആ പല മതങ്ങൾക്കും ആ മതങ്ങൾക്ക് ആവശ്യമാവുന്നതായ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ആ സ്വാതന്ത്ര്യം ഓരോ മതങ്ങൾക്കും ആ മതത്തിന്റെ ആളുകൾക്കും ലഭിക്കപ്പെടണമെന്നാണ്.
അപ്പൊ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ എല്ലാ നിലക്കുള്ളതായ ഈ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവിടെ സമുദായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ. ആ ആശയാദർശങ്ങളും അതിന്റെ വിശ്വാസങ്ങൾ, അതിന്റെ ആചാരങ്ങൾ, അതിന്റെ കർമ്മങ്ങൾ ഇത് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുത്ത് അവർ ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയപ്പെടുന്ന നമ്മൾ സാധാരണ മനസ്സിലാക്കിയതുപോലുള്ള അത് മഹാന്മാരാവുന്നതായ അള്ളാഹുവിന്റെ മഹത്തുക്കളാവുന്ന അംബിയാ ഔലിയാ അത് ഉലൈക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി എന്ന് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ആ വിഭാഗം, അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം വതഅകീദു വതൻസീസു അലാ അന്ന തരീഖൽ മുസ്ലിമീൻ വൽ മസ്ഊലു അലൈഹി ബിൽ ഇസ്തിഖാമ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു പോകേണ്ട ആവശ്യമില്ല. അത് മുസ്ലിമീങ്ങൾക്കുള്ളതായ ആ റൂട്ടാണ്. ഹുവൽ മൻസൂഅ വതഅകീദു ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ് അല്ലാഹു. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയാൻ കാരണം ഒന്നും കൂടി ആ പറഞ്ഞതിനെ ആവർത്തിക്കുക തന്നെയാണ്. വതൻസീസു രണ്ടാമത് സ്പഷ്ടമാക്കി പറയുകയുമാണ് അലാ അന്ന തരീഖൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കുള്ള ആ റൂട്ട്. അപ്പൊ ഇവിടുത്തെ മുസ്ലിം ലോകം അംഗീകരിച്ചു പോരുന്ന ആ നല്ല നൂറ്റാണ്ടുള്ളതായ ജനങ്ങൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ആ ജനങ്ങൾ അംഗീകരിച്ചു പോകുന്നതായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ആ വിശ്വാസങ്ങൾ, ആ കർമ്മങ്ങൾ, ഇതൊക്കെയാണ്. ആ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഇതിന് പിന്നീട് കൂടിക്കോ. അതല്ല രക്ഷപ്പെടേണ്ട ആർക്കെയും തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ ഏത് നിൽക്കും നീങ്ങാം. അപ്പൊ നമുക്ക് നിങ്ങളോടൊക്കെ എല്ലാവരോടും പറയാനുള്ളതാണ്, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതൊരു വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. അത് ആരെയും ഏതെങ്കിലും നിൽക്ക് എതിർക്കുക, ആവശ്യമില്ലാതെ ആരെയും എതിർക്കൂല. ആശയപരമായിട്ട് എതിർക്കും. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തിട്ടുണ്ട്. ഇവിടുത്തെ മുജാഹിദിനെ എതിർത്തിട്ടുണ്ട്. ഇവിടെ മറ്റു വല്ല കള്ള തരീഖത്തുകളെ എതിർത്തിട്ടുണ്ട്. കള്ള ശൈഖന്മാരെ എതിർത്തിട്ടുണ്ട്. ഇതൊക്കെ ആശയപരമായിട്ട് ആര് യഥാർത്ഥ ഇസ്ലാമിന്റെ ഒരു ശരിയായ റൂട്ടുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആ റൂട്ട്, അതിനെതിരിൽ ആര് ശ്രദ്ധിച്ചാലും അവരെതിരിൽ നമ്മൾ ശ്രദ്ധിക്കും. ഇത് മഹാന്മാരാവുന്ന സഹാബത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു മാർഗമാണ്. പിന്നെ ഈ മാർഗത്തിലല്ലാതെ നമ്മളെന്താ ചെയ്യുക? നമ്മളെങ്ങനെ പ്രവർത്തിക്കാം? അപ്പൊ അതുകൊണ്ട് ഈ സംഘടനയുടെ 100ാം വാർഷികത്തിന്റെ പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടത്, ബാംഗ്ലൂർ വെച്ചുകൊണ്ടിട്ട്. ഇനി അതിന്റെ 100ാം വാർഷികം ഈ വരുന്ന 2026 കാസർഗോഡിനടുത്ത കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ വിശാലമായി കൊണ്ട് സംവിധാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മൈതാനം. ആ മൈതാനിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ വിപുലമായ പരിപാടികളോടി ആഘോഷിക്കപ്പെടുകയാണ്. അതിനെ ഒരു ചരിത്ര സംഭവമാക്കണം. അത് ഇവിടെ സഹകരിച്ചതുപോലെ എല്ലാവരും ഈ കേരളത്തിലുള്ളവരും കർണാടകയിലുള്ളവരും കേരളത്തിലുള്ളവരൊക്കെ അതുമായി കൊണ്ടിട്ട് സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്താനുള്ളത്. മറ്റൊന്ന്, ഇവിടെ തുടങ്ങപ്പെടുന്നതായ ചില സംവിധാനങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ചിലതൊക്കെ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പിന്നെ ഭാഷാ പഠനത്തിന് വേണ്ടി, പിന്നെ ഒരു ആസ്ഥാനം ഇവിടെ തുടങ്ങപ്പെടുന്നുണ്ട്. അതിൽ നമുക്കൊക്കെ അറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പങ്കുണ്ട്. തങ്ങൾ സൂചിപ്പിച്ചല്ലോ, അതിന്റെ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇവിടങ്ങളൊക്കെ സംഘടിപ്പിച്ചതുപോലെ അതിലൊരു മോശമല്ലാത്ത ഒരു ഭീമമായ സംഖ്യ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും നൽകിയിട്ടുണ്ട്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൽകിയെന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡാണ്. വിദ്യാഭ്യാസ ബോർഡ് നൽകിയിട്ടുണ്ട്. അതും സമസ്തയുടെ ലക്ഷ്യം തന്നെയാണ്. ഇവിടെ ഈ ഇതിന്റെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും കേരള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം കൂടുമ്പോൾ അന്ന് എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പികളുടെ സഹായങ്ങളാണ് അന്ന് അവിടുന്ന് വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. ഇതിന്റെ സംഘാടകരോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ പ്രത്യേകം ഉണർത്താനുള്ളത്, നമ്മൾ ഈ ഐക്യം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ പോരാ, ഈ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഐക്യമില്ല എന്ന് വന്നാൽ ഇത് നമ്മൾക്കുള്ളതായ ആ ഒരു നല്ല പേരുണ്ടല്ലോ, അതില്ലാതെയായി പോകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കാറ്റ് പോയി പോകുന്നവരുടെ, നിങ്ങൾ അനയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാറ്റ് പോയി പോകും. അപ്പൊ അനയിക്കം ഉണ്ടാക്കുന്നതായ ഒരു പണിയും ആരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. മാത്രമല്ല, അനയിക്കം ഉണ്ടായി തീർന്ന നമ്മളുടെ ബർക്കത്തിന് ഉയർത്തപ്പെടും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസരത്തിൽ ജനങ്ങളോട്, സഹാബത്തിനോട് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ്.
നമുക്കറിയാം ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ റമദാന്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിലാണെന്ന് പിന്നീട് പറഞ്ഞു. അത് ഈ ഒറ്റയായ രാത്രികളിലാണെങ്കിൽ അത് ഏത് രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി പുറത്തു വന്നപ്പോൾ അവിടെ സഹാബത്തിൽ നിന്നുള്ളതായ 2 ആളുകളോ അല്ലെങ്കിൽ 2 വിഭാഗക്കാരോ അവിടെ തർക്കം കൂടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദ്റിന്റെ ആ മുഅയ്യനത്താവുന്ന ലൈലത്ത് ഇന്ന രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നതേ. പക്ഷേ നിങ്ങൾ തർക്കിച്ചപ്പോൾ ആ പ്രഖ്യാപനം ഉയർത്തപ്പെട്ടു. ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു എന്നല്ല, അത് ഷിയാക്കളെ വാദമാണത്. ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് പിന്നെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, അത് നമ്മളെ വിശ്വാസമല്ല. അപ്പൊ ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു എന്നല്ല. അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത് ആ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിച്ചോ അവസാനത്തെ 10 അതിനുള്ള ഒറ്റയായ രാത്രികളിൽ പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ചെയ്യുന്നു. ഒറ്റ രാത്രിയിൽ നിന്നുള്ള ഏത് രാത്രിയാന്ന് പറഞ്ഞാൽ പിന്നെ ആ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതിയല്ലോ. പക്ഷെ പിന്നീട് എന്താ, ഈ തർക്കം കണ്ടപ്പോൾ ആ ബർക്കത്തിന് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഈ ഒറ്റയായ രാത്രി പ്രഖ്യാപിച്ചതുകൊണ്ട് വേറെ വല്ല ഗുണമുണ്ടോ എന്നുള്ളതല്ല, മനസ്സിലായില്ലേ? എല്ലാ രാത്രിയിലും ചിലപ്പോൾ വിഭാഗത്തുകളോട് ലജ്ഞമാക്കാം. അപ്പൊ നമ്മൾ ഹസനാത്തിന്റെ ആ റിക്കാർഡിൽ കുറെ വിഭാഗത്തുകൾ എന്താക്കും, അത് റിക്കാർഡ് ചെയ്യപ്പെടും, അതെന്തോ ആവട്ടെ. അപ്പൊ ഏതായാലും ഒരു നന്മ ഉയർത്തപ്പെടാൻ നമ്മളെ ജീവിതത്തിലുള്ള ബർക്കത്ത് നമ്മളെ സംഘടനകളിലാണെങ്കിലും നമ്മളെ സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മളെ പ്രവർത്തനങ്ങളിലൊന്നും ആണെങ്കിലും അതിലൊന്നും ബർക്കത്ത് ഉണ്ടാവില്ല. ബർക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. പിന്നെ സംഗതി അടക്കമില്ലാത്തുള്ളത് അത് വേറെ കാര്യം. പിന്നെ എല്ലാം നമ്മൾ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കണം, അതും ഒരു സംഗതിയാണ്. നമ്മൾ ചെയ്യണ ഏത് സംഗതികളും അതിന് അടിസ്ഥാനപരമായി വേണ്ടത് ഭൗതികമായ ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ സംഘടന അവിടെ സ്ഥാപിച്ചു, മഹാന്മാരാവുന്ന അതിന്റെ നേതാക്കന്മാർ. എന്താണ് അവർ സ്ഥാപിക്കാൻ കാരണം? അവരെ ഈമാനിൽ നിന്നും ശക്തമായ നെയ്യത്തിൽ നിന്നും ഉത്ഭവിച്ചതാണത്. കാരണം വിശുദ്ധമാവുന്ന ദീനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഘടിതമാവുന്ന പ്രവർത്തനം ആവശ്യമാണ്. അതിന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ മഹാന്മാരാവുന്ന അയിമത്ത് അവരുടെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനം മതിയായിരുന്നു എന്ന്. പക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് സംഘടിതമായ പ്രവർത്തനം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവരെന്തായി, സംഘടന സ്ഥാപിച്ചു. എന്തെങ്കിലും ഇവർക്ക് വല്ല താല്പര്യത്തിന് വേണ്ടിയാണോ? അവർക്ക് വല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല നേട്ടങ്ങൾക്ക് വേണ്ടി? അങ്ങനെയൊന്നുമല്ല. ഒരു ദീനീ സംഘടനയായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് അങ്ങനത്തെ ഭൗതികമായ നേട്ടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. നേട്ടങ്ങൾ വരാതിരിക്കും, അത് വേറെ കാര്യം. നമ്മൾ അതിനു വേണ്ടിയാവരുത് നമ്മളെ പ്രവർത്തനം. അപ്പൊ നമ്മുടെ ഏത് പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനം അത് ഇഖ്ലാസിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം, ശരിയായ ഈമാനിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം, ശരിയായ നല്ല നെയ്യത്തിൽ നിന്ന് ശക്തമത്താവുന്ന നെയ്യത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ഈമാൻ അത് നമ്മളെ ഹൃദയത്തിൽ നമ്മൾ എന്താവണം, കുടിയിരുത്തണം. ആ ഈമാനിന്റെ ആ വളർച്ചക്ക് വിഘാതം ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മൾ ഇന്ന് ഉണ്ടാവാൻ പാടില്ല. അതാണ് വദറുൽ ഫവാഹിശ മാ ളഅറ മിൻഹാ വമാ ബതൻ. എല്ലാ നിലക്കുള്ള വൃത്തികേടുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം. എന്തെങ്കിലും നിലക്കുള്ളതായ അസൂയകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കിബിറോ അല്ലെങ്കിൽ ഉജുബോ എന്നൊക്കെയുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഈമാൻ അവിടെ വളരൂല. ഈമാൻ വളർന്ന് വലുതാക്കണം. ഈമാൻ യസീദു വ യൻഖുസൂന, മഹാന്മാരാവുന്ന മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിന്റെ പക്ഷം. അപ്പൊ ഈമാൻ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വളരാൻ ആവശ്യമാവുന്ന സാഹചര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം. ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തീർത്ത് ആ ഈമാനിൽ നിന്നാവണം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ ഭൗതികമാവുന്ന വല്ല താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും. എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വളരെയധികം ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടു കൂടി ചെയ്യണം. ഇതാണ് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്താനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തുടങ്ങപ്പെടുന്നതായ ഈ സംരംഭം, ആ സംരംഭം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിലാണ് ആ സ്ഥലവും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ, ആദർശങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഇന്നവരെ അതൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നീടും തുടർന്നു പോകണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണികളെയും മറ്റു നമുക്ക് കൂട്ടിപ്പിടിക്കേണ്ടതായ മറ്റുള്ളതായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനോട് എതിരല്ലാത്ത ആരുണ്ടോ അവരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ എന്താക്കണം, ഈ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമാവുന്ന ഈ സമ്മേളനം ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.